പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? എ 25, ബി 31, സി 27. ഉത്തരം 31. സ്വപ്നങ്ങൾ ഭോഷന്മാർക്ക് നൽകുന്നത് എന്താണ്? എ ചിറക്, ബി ധനം, സി അധികാരം. ഉത്തരം ചിറക്. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം 1-ാം വാക്യം അനുസരിച്ച് വ്യർത്ഥവും നിരർത്ഥകവുമായത് എന്താണ്? എ അവിവേകിയുടെ പ്രതീക്ഷകൾ, ബി അവിവേകിയുടെ സ്വപ്നങ്ങൾ, സി അവിവേകിയുടെ അധികാരങ്ങൾ. ഉത്തരം അവിവേകിയുടെ പ്രതീക്ഷകൾ. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ ആരെപ്പോലെയാണ്? എ നിഴലിൻ്റെ പുറകെ പോകുന്നവനെ പോലെയും കാറ്റിനെ അനുസരിക്കുന്നവനെ പോലെയും, ബി നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയും, സി കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയും നിഴലിനെ ആശ്രയിക്കുന്നവനെ പോലെയും. ഉത്തരം നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയും. യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ എന്താണ്? എ സ്വപ്നം, ബി ദർശനം, സി സ്വപ്നത്തിലെ ദർശനം. ഉത്തരം സ്വപ്നത്തിലെ ദർശനം. ശകുനം, നിമിത്തം, സ്വപ്നം ഇവയെല്ലാം എന്താണ്? എ മിഥ്യയാണ്, ബി സത്യമാണ്, സി അസത്യമാണ്. ഉത്തരം മിഥ്യയാണ്. അനേകരെ വഞ്ചിച്ചിരിക്കുന്നത് എന്താണ്? എ പണം, ബി അധികാരം, സി സ്വപ്നം. ഉത്തരം സ്വപ്നം. സത്യസന്ധമായ ചുണ്ടുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് എന്താണ്? എ വിജ്ഞാനത്തിന് പൂർണ്ണത, ബി വിജ്ഞാനത്തിന് ശക്തി, സി വിജ്ഞാനത്തിൻ്റെ സൗന്ദര്യം. ഉത്തരം വിജ്ഞാനത്തിന് പൂർണ്ണത. വളരെ കാര്യങ്ങൾ അറിയുന്നവൻ ആരാണ്? എ വിദ്യാരഹിതൻ, ബി വിദ്യാസമ്പന്നൻ, സി വിജ്ഞാനി. ഉത്തരം വിദ്യാസമ്പന്നൻ. അനുഭവസമ്പന്നൻ സംസാരിക്കുന്നത് എങ്ങനെ? എ ആത്മവിശ്വാസത്തോടെ, ബി വിവേകത്തോടെ, സി വിജ്ഞാനത്തോടെ. ഉത്തരം വിവേകത്തോടെ. അനുഭവജ്ഞാനം ഇല്ലാത്തവന് കുറയുന്നത് എന്താണ്? എ ഭക്തി, ബി അറിവ്, സി ജ്ഞാനം. ഉത്തരം അറിവ്. ആരുടെ ജീവനാണ് നിലനിൽക്കുന്നത്? എ വിവേകിയുടെ, ബി സമ്പന്നൻ്റെ, സി ദൈവഭക്തൻ്റെ. ഉത്തരം ദൈവഭക്തൻ്റെ. ദൈവഭക്തൻ്റെ പ്രത്യാശ ആരിലാണ്? എ രക്ഷകനിൽ, ബി അവൻ്റെ രക്ഷകനിൽ, സി സഹോദരങ്ങളിൽ. ഉത്തരം അവൻ്റെ രക്ഷകനിൽ. ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്, എന്നാൽ ആരാണ് എന്നെ രക്ഷിച്ചത് എന്നാണ് പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണുന്നത്. എ അനുഭവജ്ഞാനം, ബി ദൈവഭക്തി, സി സത്യസന്ധത. ഉത്തരം അനുഭവജ്ഞാനം. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ ദൈവഭയം എന്ന തലക്കെട്ട് തുടങ്ങുന്നത് എത്രാമത്തെ വാക്യം മുതലാണ്? എ 14, ബി 15, സി 16. ഉത്തരം 16. അധീരൻ ആവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ചെയ്യാത്തത് ആരാണ്? എ കർത്താവിനെ അനുസരിക്കുന്നവൻ, ബി
കർത്താവിനെ ഭയപ്പെടുന്നവൻ. സി. കർത്താവിനെ ആരാധിക്കുന്നവൻ. ഉത്തരം കർത്താവിനെ ഭയപ്പെടുന്നവൻ. അവിടുന്നാണ് അവൻ്റെ പ്രത്യാശ. ആരുടെ? എ. കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ. ബി. കർത്താവിനെ അനുസരിക്കുന്നവൻ്റെ. സി. കർത്താവിനെ ആരാധിക്കുന്നവൻ്റെ. ഉത്തരം കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ. ആരുടെ ആത്മാവാണ് അനുഗ്രഹീതമായത്? എ. വിവേകിയുടെ. ബി. ദൈവഭക്തൻ്റെ. സി. സത്യസന്ധൻ്റെ. ഉത്തരം ദൈവഭക്തൻ്റെ. കർത്താവ് കടാക്ഷിക്കുന്നത് ആരെയാണ്? എ. തന്നെ അനുസരിക്കുന്നവരെ. ബി. തന്നെ സേവിക്കുന്നവരെ. സി. തന്നെ സ്നേഹിക്കുന്നവരെ. ഉത്തരം തന്നെ സ്നേഹിക്കുന്നവരെ. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരുവേലി തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അധ്യായം ഏത്? വാക്യം ഏത്? പ്രഭാഷകൻ 34:19. ബി. പ്രഭാഷകൻ 34:17. സി. പ്രഭാഷകൻ 34:18. ഉത്തരം പ്രഭാഷകൻ 34:19. ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത്? എ. നിയമനിഷേധകൻ്റെ. ബി. ദൈവത്തെ ഭയപ്പെടാത്തവൻ്റെ. സി. കർത്താവിനെ ആരാധിക്കാത്തവൻ്റെ. ഉത്തരം നിയമനിഷേധകൻ്റെ. ആരുടെ ബലികളിലാണ് അത്യുന്നതൻ പ്രസാദിക്കാത്തത്? എ. ദൈവവിശ്വാസമില്ലാത്തവൻ്റെ. ബി. ദൈവഭക്തി ഇല്ലാത്തവൻ്റെ. സി. ദൈവത്തെ സ്നേഹിക്കാത്തവൻ്റെ. ഉത്തരം ദൈവഭക്തി ഇല്ലാത്തവൻ്റെ. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലി അർപ്പിക്കുന്നവൻ ആരെ കൊല്ലുന്നവനെ പോലെയാണ്? എ. പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ. ബി. പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രിയെ. സി. പിതാവിൻ്റെ മുമ്പിൽ വെച്ച് സഹോദരനെ. ഉത്തരം പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ. ഏത് തരത്തിലുള്ള ബലിയാണ് പങ്കിലമായത്? എ. അന്യായ സമ്പത്തിൽ നിന്നുള്ളത്. ബി. അന്യായ ലാഭത്തിൽ നിന്നുള്ളത്. സി. അന്യായ മാർഗത്തിൽ നിന്നുള്ളത്. ഉത്തരം അന്യായ സമ്പത്തിൽ നിന്നുള്ളത്. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം 25-ാമത്തെ വാക്കുമുതൽ കാണപ്പെടുന്ന ശീർഷകം എന്ത്? എ. വ്യർത്ഥ സ്വപ്നങ്ങൾ. ബി. ദൈവഭയം. സി. യഥാർത്ഥ ഭക്തി. ഉത്തരം യഥാർത്ഥ ഭക്തി. ദരിദ്രന് അവൻ്റെ ആഹാരം എന്താണ്? എ. ജീവൻ. ബി. ഭക്തി. സി. ജ്ഞാനം. ഉത്തരം ജീവൻ. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം 25-ാമത്തെ വാക്യമനുസരിച്ച് കൊലപാതകി ആരാണ്? എ. ദരിദ്രന്റെ ആഹാരം അപഹരിക്കുന്നവൻ. ബി. ദരിദ്രന്റെ ജീവൻ അപഹരിക്കുന്നവൻ. സി. ദരിദ്രന്റെ സമ്പത്ത് അപഹരിക്കുന്നവൻ. ഉത്തരം ദരിദ്രന്റെ ആഹാരം അപഹരിക്കുന്നവൻ. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം 26-ാമത്തെ വാക്യമനുസരിച്ച് കൊല്ലുന്നത് ആരാണ്? എ. ദരിദ്രന്റെ ജീവൻ അപഹരിക്കുന്നവൻ. ബി. ദരിദ്രന്റെ ആഹാരം അപഹരിക്കുന്നവൻ. സി. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ. ഉത്തരം അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുന്നത് എന്തുപോലെയാണ്? എ. കൊലപാതകം പോലെ. ബി. ആത്മനിന്ദ പോലെ. സി. രക്തച്ചൊരിച്ചിൽ പോലെ. ഉത്തരം രക്തച്ചൊരിച്ചിൽ പോലെ. പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആർ ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി? അധ്യായം ഏത്? വാക്യം ഏത്? എ. പ്രഭാഷകൻ 34:29. ബി. പ്രഭാഷകൻ 34:30. സി. പ്രഭാഷകൻ 34:31. ഉത്തരം പ്രഭാഷകൻ 34:31.
പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? എ 20, ബി 26, സി 25. ഉത്തരം 26. നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമായത് എന്താണ്? എ നിയമം നിഷേധിക്കുന്നത്, ബി നിയമം പാലിക്കുന്നത്, സി നിയമം അനുസരിക്കുന്നത്. ഉത്തരം നിയമം പാലിക്കുന്നത്. കൽപ്പനകൾ അനുസരിക്കുന്നത് എന്തിന് തുല്യമാണ്? എ നിയമം പാലിക്കുന്നതിന്, ബി സമാധാന ബലിക്ക്, സി സമാധാന ഉടമ്പടിക്ക്. ഉത്തരം സമാധാന ബലിക്ക്. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഏത് ബലിക്ക് തുല്യമാണ്? എ സമാധാന ബലിക്ക്, ബി ദഹന ബലിക്ക്, സി ധാന്യബലിക്ക്. ഉത്തരം ധാന്യബലിക്ക്. കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നത് ആരാണ് എന്നാണ് പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത്? എ ദരിദ്രന് ഭക്ഷണം കൊടുക്കുന്നവൻ, ബി ഭിക്ഷ കൊടുക്കുന്നവൻ, സി ദരിദ്രന് ഭിക്ഷ കൊടുക്കുന്നവൻ. ഉത്തരം ഭിക്ഷ കൊടുക്കുന്നവൻ. ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത് എന്താണ്? എ ധാന്യബലി, ബി കൃതജ്ഞതാ ബലി, സി നീതിമാന്റെ ബലി. ഉത്തരം നീതിമാന്റെ ബലി. കർത്താവിന് പ്രീതികരമായത് എന്താണ്? എ ദരിദ്രന് ഭക്ഷണം കൊടുക്കുന്നത്, ബി ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത്, സി കർത്താവിനെ അനുസരിക്കുന്നത്. ഉത്തരം ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത്. അനീതി വർജിക്കുക എന്നത് ഏത് ബലിക്ക് സമാനമാണ്? എ ദഹനബലിക്ക്, ബി പാപപരിഹാര ബലിക്ക്, സി ധാന്യബലിക്ക്. ഉത്തരം പാപപരിഹാര ബലിക്ക്. ഏത് ബലിയുടെ സുഗന്ധമാണ് അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നത്? എ നീതിമാന്റെ ബലിയുടെ, ബി ദൈവത്തെ ഭയപ്പെടുന്നവന്റെ ബലിയുടെ, സി ദൈവത്തെ ശുശ്രൂഷിക്കുന്നവന്റെ ബലിയുടെ. ഉത്തരം നീതിമാന്റെ ബലിയുടെ. കർത്താവിൻ്റെ സന്നിധിയിൽ വിസ്മരിക്കപ്പെടാത്ത ബലി ഏതാണ്? എ നീതിമാന്റെ ബലി, ബി ദൈവഭക്തന്റെ ബലി, സി ദരിദ്രന്റെ ബലി. ഉത്തരം നീതിമാന്റെ ബലി. കർത്താവിൻ്റെ പ്രതിഫലം എത്ര ഇരട്ടിയായി തിരികെ കിട്ടുമെന്നാണ് പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണുന്നത്? എ 4 ഇരട്ടിയായി, ബി 7 ഇരട്ടിയായി, സി 6 ഇരട്ടിയായി. ഉത്തരം 7 ഇരട്ടിയായി. പക്ഷപാതമില്ലാത്ത ന്യായാധിപൻ ആരാണ്? എ കർത്താവ്, ബി ദൈവം, സി നീതിമാൻ. ഉത്തരം കർത്താവ്. കർത്താവ് സ്വീകരിക്കുകയില്ലാത്തത് എന്താണ്? എ ബലി, ബി കൈക്കൂലി, സി ദുഷ്ടത. ഉത്തരം കൈക്കൂലി. മേഘങ്ങൾ തുളച്ചു കയറുന്നത് ആരുടെ പ്രാർത്ഥനയാണ്? എ ദൈവഭക്തന്റെ, ബി ദൈവവിശ്വാസിയുടെ, സി വിനീതന്റെ. ഉത്തരം വിനീതന്റെ. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാർ പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്. അധ്യായം ഏത്? വാക്യം ഏത്? എ പ്രഭാഷകൻ 35:23, ബി പ്രഭാഷകൻ 35:26, സി പ്രഭാഷകൻ 35:25. ഉത്തരം പ്രഭാഷകൻ 35:26. ആരുടെ ചെങ്കോൽ ആണ് തകർത്ത് കളയപ്പെടുന്നത്? എ നിയമം അനുസരിക്കാത്തവൻ്റെ, ബി ധിക്കാരികളുടെ, സി അനീതി പ്രവർത്തിക്കുന്നവൻ്റെ. ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവൻ്റെ. പ്രഭാഷകന്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? എ 26, ബി 27, സി 25. ഉത്തരം 26. പ്രഭാഷകന്റെ പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ശീർഷകം എന്താണ്? എ ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുക, ബി യഥാർത്ഥ സ്നേഹിതൻ, സി ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥന.
ഉത്തരം ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥന. ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥന എന്ന ശീർഷകത്തിൻ്റെ താഴെ എത്ര വാക്യങ്ങളുണ്ട്? എ 17, ബി 16, സി 18. ഉത്തരം 17. പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത് ആരാണ്? എ സ്ത്രീ, ബി ഭാര്യ, സി ധനം. ഉത്തരം ഭാര്യ. വ്യാജവാക്ക് തിരിച്ചറിയുന്നത് ആരാണ്? എ കുടിലബുദ്ധി, ബി സൂക്ഷ്മബുദ്ധി, സി അനുഭവസമ്പന്നൻ. ഉത്തരം സൂക്ഷ്മബുദ്ധി. ദുഃഖം വിതയ്ക്കുന്നത് ആരാണ് എന്നാണ് പ്രഭാഷകന്റെ പുസ്തകം 36-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണുന്നത്? എ സൂക്ഷ്മബുദ്ധി, ബി കുടിലബുദ്ധി, സി അനുഭവസമ്പന്നൻ. ഉത്തരം കുടിലബുദ്ധി. പുരുഷനെ സന്തുഷ്ടനാക്കുന്നത് എന്താണ്? എ സ്ത്രീയുടെ സൗന്ദര്യം, ബി സ്ത്രീയുടെ ബുദ്ധി, സി സ്ത്രീയുടെ വിവേകം. ഉത്തരം സ്ത്രീയുടെ സൗന്ദര്യം. ഏതു വസ്തു കൊള്ള ചെയ്യപ്പെടും എന്നാണ് പ്രഭാഷകന്റെ പുസ്തകം 36-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ കാണുന്നത്? എ സുരക്ഷിതമല്ലാത്തത്, ബി വേലി ഇല്ലാത്തത്, സി സൂക്ഷിക്കാൻ ആരും ഇല്ലാത്തത്. ഉത്തരം വേലി ഇല്ലാത്തത്. നെടുവേർപ്പെട്ടുകൊണ്ട് അലഞ്ഞു നടക്കുന്നത് ആരാണ്? എ ഭാര്യയില്ലാത്തവൻ, ബി സമ്പത്തില്ലാത്തവൻ, സി ദൈവവിശ്വാസമില്ലാത്തവൻ. ഉത്തരം ഭാര്യയില്ലാത്തവൻ. ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുക എന്ന ശീർഷകത്തിൻ്റെ താഴെ എത്ര വാക്യങ്ങളുണ്ട്? എ 9, ബി 8, സി 10. ഉത്തരം 9. യഥാർത്ഥ സ്നേഹിതൻ എന്ന ശീർഷകം കാണുന്നത് പ്രഭാഷകന്റെ പുസ്തകം എത്രാമത്തെ അധ്യായത്തിലാണ്? എ 36, ബി 37, സി 38. ഉത്തരം 37. സ്നേഹിതൻ ശത്രുവായി മാറുന്നത് എന്തിനു തുല്യമാണ്? എ മരണതുല്യമായ ദുഃഖത്തിന്, ബി മരണതുല്യമായ സഹനത്തിന്, സി മരണതുല്യമായ വേദനയ്ക്ക്. ഉത്തരം മരണതുല്യമായ ദുഃഖത്തിന്. ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിന് ഉണ്ടായി? ആര്? എ ദുഃഖം, ബി വേദന, സി ദുഷിച്ച ഭാവന. ഉത്തരം ദുഷിച്ച ഭാവന. ചിലർ സ്നേഹിതനെ സഹായിക്കുന്നത് എന്തിനു വേണ്ടി എന്നാണ് പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്? എ ഉദരപൂരണത്തിനു വേണ്ടി, ബി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി, സി കൂട്ടുകാരൻ്റെ സന്തോഷത്തിനു വേണ്ടി. ഉത്തരം ഉദരപൂരണത്തിനു വേണ്ടി. നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത്. ആരെ? എ നീതിമാനെ, ബി സഹോദരനെ, സി സ്നേഹിതനെ. ഉത്തരം സ്നേഹിതനെ. എല്ലാ ഉപദേശകരും നൽകുന്നത് എന്താണ്? എ ഉപദേശം, ബി മാർഗനിർദ്ദേശം, സി നിർദ്ദേശം. ഉത്തരം മാർഗനിർദ്ദേശം. ആരുടെ ഉപദേശം സ്വീകരിക്കുക എന്നാണ് പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണുന്നത്? എ ഹൃദയത്തിൻ്റെ, ബി നിന്റെ ഹൃദയത്തിൻ്റെ, സി മനസാക്ഷിയുടെ. ഉത്തരം നിന്റെ ഹൃദയത്തിൻ്റെ. ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് ആരാണ്? എ ഹൃദയം, ബി സ്വന്തം ഹൃദയം, സി മനസാക്ഷി. ഉത്തരം സ്വന്തം ഹൃദയം. എല്ലാറ്റിലും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് ആരോട് പ്രാർത്ഥിക്കണമെന്നാണ് പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുന്നത്? എ കർത്താവിനോട്, ബി ദൈവത്തോട്, സി അത്യുന്നതനോട്. ഉത്തരം അത്യുന്നതനോട്. പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? എ 2, ബി 3, സി 1. ഉത്തരം 2. എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എന്ത്? എ വിവേകം,
ബി ചിന്ത, സി ആലോചന. ഉത്തരം ചിന്ത. എല്ലാ ഉദ്യമവും എന്തിൻ്റെ തുടർച്ചയാണ്? എ ചിന്തയുടെ, ബി പ്രവൃത്തിയുടെ, സി ആലോചനയുടെ. ഉത്തരം ആലോചനയുടെ. ചിന്ത വേരൂന്നിയിരിക്കുന്നത് എവിടെയാണ്? എ ആലോചനയിൽ, ബി ചിന്തയിൽ, സി ഹൃദയത്തിൽ. ഉത്തരം ഹൃദയത്തിൽ. ചിന്തയ്ക്ക് എത്ര ശാഖകളുണ്ട്? എ 4, ബി 3, സി 5. ഉത്തരം 4. ജ്ഞാനിയുടെ മേൽ കുന്നുകൂടുന്നത് എന്ത്? എ സ്തുതി, ബി ബഹുമാനം, സി ആദരവ്. ഉത്തരം സ്തുതി. കാണുന്നവരെല്ലാം ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? എ സമ്പന്നനെ, ബി വിവേകിയെ, സി ജ്ഞാനിയെ. ഉത്തരം ജ്ഞാനിയെ. നന്മയും തിന്മയും ജീവനും മരണവും ഇവയുടെ നിയന്താവ് ആരാണ്? എ നാവ്, ബി ചിന്ത, സി ആലോചന. ഉത്തരം നാവ്. ആഡംബരത്തിൽ അതിര് കവിഞ്ഞ അഭിനിവേശം അരുത്, ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. അധ്യായം ഏത്? വാക്യം ഏത്? എ പ്രഭാഷകൻ 37:29, ബി പ്രഭാഷകൻ 37:28, സി പ്രഭാഷകൻ 37:30. ഉത്തരം പ്രഭാഷകൻ 37:29. അമിതാഹാരം കാരണമാകുന്നത് എന്തിന്? എ ദഹനക്ഷയത്തിന്, ബി രോഗത്തിന്, സി ദീർഘായുസ്സിന്. ഉത്തരം രോഗത്തിന്. അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്താണ്? എ അമിതാഹാരം, ബി അമിത ഭോജനം, സി ദഹനക്ഷയം. ഉത്തരം അമിത ഭോജനം. ദീർഘായുസ് ഉണ്ടാകുന്നത് ആർക്ക്? എ അമിതാഹാരം കഴിക്കുന്നവന്, ബി അമിത ഭോജനം കഴിക്കുന്നവന്, സി അമിത ഭോജനം നിയന്ത്രിക്കുന്നവന്. ഉത്തരം അമിത ഭോജനം നിയന്ത്രിക്കുന്നവന്. സ്വജനമധ്യേ ആദരം നേടുന്നത് ആര്? എ വിവേകി, ബി ദൈവഭക്തൻ, സി ജ്ഞാനി. ഉത്തരം ജ്ഞാനി. ആരുടെ നാമമാണ് അനശ്വരമാകുന്നത്? എ ജ്ഞാനിയുടെ, ബി വിവേകിയുടെ, സി ദൈവഭക്തൻ്റെ. ഉത്തരം ജ്ഞാനിയുടെ. അതിരു കവിഞ്ഞ അഭിനിവേശം അരുതാത്തത് എന്തിലാണ്? എ ഭക്ഷണത്തിൽ, ബി അമിത ഭോജനത്തിൽ, സി ആഡംബരത്തിൽ. ഉത്തരം ആഡംബരത്തിൽ. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ശീർഷകം എന്ത്? എ യഥാർത്ഥ ജ്ഞാനി, ബി വൈദ്യനും രോഗശാന്തിയും, സി ജോലിയും ജ്ഞാനവും. ഉത്തരം വൈദ്യനും രോഗശാന്തിയും. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? എ 34, ബി 35, സി 32. ഉത്തരം 34. വൈദ്യനെ നിയോഗിച്ചത് ആരാണ്? എ ദൈവം, ബി കർത്താവ്, സി രാജാവ്. ഉത്തരം കർത്താവ്. വൈദ്യന്റെ ജ്ഞാനം വരുന്നത് എവിടെ നിന്നാണ്? എ ദൈവത്തിൽ നിന്ന്, ബി കർത്താവിൽ നിന്ന്, സി അത്യുന്നതനിൽ നിന്ന്. ഉത്തരം അത്യുന്നതനിൽ നിന്ന്. വൈദ്യനെ സമ്മാനിക്കുന്നത് ആരാണ്? എ ദൈവം, ബി രാജാവ്, സി അത്യുന്നതൻ. ഉത്തരം രാജാവ്. വൈദ്യനെ പ്രശംസിക്കുന്നത് ആരാണ്? എ മഹാന്മാർ, ബി രാജാവ്, സി രോഗികൾ. ഉത്തരം മഹാന്മാർ. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 4-ാം വാക്യം അനുസരിച്ച് കർത്താവ് ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചത് എന്താണ്? എ ചെടികൾ, ബി മരങ്ങൾ, സി ഔഷധങ്ങൾ. ഉത്തരം ഔഷധങ്ങൾ. ബുദ്ധിയുള്ളവർ അവയെ അവഗണിക്കുകയില്ല. എന്തിനെ? എ ഔഷധങ്ങളെ, ബി മരങ്ങളെ, സി പുൽച്ചെടികളെ. ഉത്തരം ഔഷധങ്ങളെ. കർത്താവ് വെള്ളത്തെ മധുരീകരിച്ച്
മധുരീകരിച്ച് തൻ്റെ ശക്തി വെളിപ്പെടുത്തിയത് എന്തുകൊണ്ട്? എ. തടിക്കഷ്ണം കൊണ്ട്, ബി. ഔഷധ സസ്യം കൊണ്ട്, സി. മരക്കൊമ്പ് കൊണ്ട്. ഉത്തരം തടിക്കഷ്ണം കൊണ്ട്. മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളെ മഹത്വപ്പെടേണ്ടതിന് കർത്താവ് മനുഷ്യർക്ക് നൽകിയത് എന്താണ്? എ. അറിവ്, ബി. വിവേകം, സി. സിദ്ധി. ഉത്തരം സിദ്ധി. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 8-ാം വാക്യമനുസരിച്ച് കർത്താവ് ഭൂമുഖത്ത് വ്യാപിപ്പിക്കുന്നത് എന്താണ്? എ. സിദ്ധി, ബി. ആരോഗ്യം, സി. അത്ഭുത പ്രവൃത്തികൾ. ഉത്തരം ആരോഗ്യം. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. അധ്യായം ഏത്? വാക്യം ഏത്? പ്രഭാഷകൻ 38:10, പ്രഭാഷകൻ 38:9, പ്രഭാഷകൻ 38:11. ഉത്തരം പ്രഭാഷകൻ 38:9. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആര്? എ. രാജാവ്, ബി. രോഗി, സി. വൈദ്യൻ. ഉത്തരം വൈദ്യൻ. സൃഷ്ടാവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് ആരുടെ സഹായം തേടേണ്ടി വരും? എ. കർത്താവിൻ്റെ, ബി. രാജാവിൻ്റെ, സി. വൈദ്യൻ്റെ. ഉത്തരം വൈദ്യൻ്റെ. അതിൽ ഉദാസീനത കാണിക്കരുത്. ഏതിൽ ഉദാസീനത കാണിക്കരുത് എന്നാണ് പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്? എ. മകനെ, മരിച്ചവനെ ഓർത്ത് കരയുക, കഠിനവേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക. ബി. അവൻ്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക. സി. മകനെ, മരിച്ചവനെ ഓർത്ത് കരയുക, കഠിനവേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക, അവൻ്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക. ഉത്തരം മകനെ, മരിച്ചവനെ ഓർത്ത് കരയുക, കഠിനവേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക, അവൻ്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക. മരണത്തിൽ കലാശിക്കുന്നത് എന്ത്? എ. സന്തോഷം, ബി. വേദന, സി. ദുഃഖം. ഉത്തരം ദുഃഖം. മനുഷ്യന്റെ ശക്തി കെടുത്തുന്നത് എന്താണ്? എ. ഹൃദയഭാരം, ബി. ഹൃദയവേദന, സി. ദുഃഖം. ഉത്തരം ഹൃദയവേദന. വിനാശത്തിൽ ശമിക്കുകയില്ലാത്തത് എന്ത്? എ. സന്തോഷം, ബി. സമാധാനം, സി. ദുഃഖം. ഉത്തരം ദുഃഖം. ദരിദ്രന്റെ ജീവിതം എന്തു നിറഞ്ഞതാണ്? എ. ഹൃദയവേദന, ബി. ഹൃദയഭാരം, സി. അസമാധാനം. ഉത്തരം ഹൃദയഭാരം. ജീവിതാന്തം ഓർത്ത് അതിനെ അകറ്റിക്കളയുക. എന്തിനെ? എ. രോഗത്തെ, ബി. ഹൃദയഭാരത്തെ, സി. ദുഃഖത്തെ. ഉത്തരം ദുഃഖത്തെ. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവസാനിക്കേണ്ടത് എന്ത്? എ. അവനെക്കുറിച്ചുള്ള സ്മരണ, ബി. അവനെക്കുറിച്ചുള്ള ഓർമ്മ, സി. അവനെക്കുറിച്ചുള്ള ദുഃഖം. ഉത്തരം അവനെക്കുറിച്ചുള്ള സ്മരണ. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ജോലി ജ്ഞാനവും എന്ന ശീർഷകം ആരംഭിക്കുന്നത് എത്രാമത്തെ വാക്യം മുതലാണ്? എ. 23, ബി. 24, സി. 25. ഉത്തരം 24. ആരുടെ വിജ്ഞാനമാണ് വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നത്? എ. സമ്പന്നന്റെ, ബി. പണ്ഡിതന്റെ, സി. വൈദ്യന്റെ. ഉത്തരം പണ്ഡിതന്റെ. വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ ലഭിക്കുന്നത് എന്ത്? എ. അറിവ്, ബി. ജ്ഞാനം, സി. സമാധാനം. ഉത്തരം ജ്ഞാനം. ഓരോരുത്തരും സമർത്ഥരായിരിക്കുന്നത് എന്തിലാണ്? എ. വിജ്ഞാനത്തിൽ, ബി. തങ്ങളുടെ തൊഴിലിൽ, സി. സിദ്ധികളിൽ. ഉത്തരം തങ്ങളുടെ തൊഴിലിൽ. എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് ആര്? എ. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ, ബി. അത്യുന്നതന്റെ നിയമങ്ങൾ അനുസരിക്കാൻ താല്പര്യമുള്ളവൻ, സി. അത്യുന്നതന്റെ നിയമങ്ങൾ അനുഷ്ഠിക്കാൻ താല്പര്യമുള്ളവൻ. ഉത്തരം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന് നിറയുന്നത് എന്ത്? എ. ജ്ഞാനചൈതന്യം, ബി. ഹൃദയസമാധാനം, സി. സന്തോഷം. ഉത്തരം ജ്ഞാനചൈതന്യം.
നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നത് എന്ത്? എ. അനുഗ്രഹം. ബി. അവിടുത്തെ അനുഗ്രഹം. സി. ദൈവകൃപ. ഉത്തരം അവിടുത്തെ അനുഗ്രഹം. പ്രഭാഷകന്റെ പുസ്തകം 39-ാമത്തെ അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? എ. 35. ബി. 34. സി. 36. ഉത്തരം 35. പ്രഭാഷകന്റെ പുസ്തകം എത്ര അധ്യായത്തിലാണ് മനുഷ്യന്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് പറയുന്നത്? എ. 37. ബി. 38. സി. 40. ഉത്തരം 40. ആദത്തിന്റെ സന്തതികളുടെ ഹൃദയചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും എന്തിനെക്കുറിച്ചാണ്? എ. മരണദിനത്തെക്കുറിച്ച്. ബി. മരണത്തെക്കുറിച്ച്. സി. ജീവിതത്തെക്കുറിച്ച്. ഉത്തരം മരണദിനത്തെക്കുറിച്ച്. ജീവിതം മധുരമായിരിക്കുന്നത് ആർക്കാണ്? എ. സ്വാശ്രയശീലന്. ബി. അധ്വാനപ്രിയന്. സി. സ്വാശ്രയശീലനും അധ്വാനപ്രിയനും. ഉത്തരം സ്വാശ്രയശീലനും അധ്വാനപ്രിയനും. ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നത് എന്ത്? എ. വീഞ്ഞ്. ബി. സംഗീതം. സി. വീഞ്ഞും സംഗീതവും. ഉത്തരം വീഞ്ഞും സംഗീതവും. വീഞ്ഞിനെയും സംഗീതത്തെക്കാൾ ശ്രേഷ്ഠമായത് എന്ത്? എ. ജ്ഞാനം. ബി. ആനന്ദം. സി. ജ്ഞാനതൃഷ്ണ. ഉത്തരം ജ്ഞാനതൃഷ്ണ. ഭിക്ഷാടനത്തേക്കാൾ ഭേദമായത് എന്ത്? എ. ജീവിതം. ബി. മരണം. സി. സംഗീതം. ഉത്തരം മരണം. പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? എ. 30. ബി. 40. സി. 50. ഉത്തരം 30. പ്രഭാഷകന്റെ പുസ്തകത്തിൽ യഥാർത്ഥ സ്നേഹിതനെക്കുറിച്ച് പറയുന്ന അധ്യായമേത്? എ. 36. ബി. 37. സി. 38. ഉത്തരം 37. ദൈവഭയം എന്ന ശീർഷകത്തിന്റെ താഴെ എത്ര വാക്യങ്ങളുണ്ട്? എ. 7. ബി. 8. സി. 9. ഉത്തരം 9. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം 26-ാം വാക്യത്തിന് സമാനമായ പഴയ നിയമഭാഗം ഏത്? എ. യെശയ്യാ 58:3. ബി. യെശയ്യാ 58:4. സി. യെശയ്യാ 58:5. ഉത്തരം യെശയ്യാ 58:3. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം 18-ാം വാക്യത്തിന് സമാനമായ പഴയ നിയമഭാഗം ഏത്? എ. സുഭാഷിതം 21:27. ബി. ജോബ് 33:14. സി. പുറപ്പാട് 23:15. ഉത്തരം സുഭാഷിതം 21:27.